നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ഓഗസ്റ്റ് മാസത്തെ 1600 രൂപ പെൻഷൻ വിതരണം. അതൊരു മുടക്കവും കൂടാതെ നമുക്ക് എത്തിച്ചേരും. മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം സഹായമുണ്ടായിരിക്കും. പക്ഷേ തൊട്ടടുത്ത മാസം മുതൽ ഇതല്ല സ്ഥിതി. കാരണം ഇന്നു മുതൽ ശനിയാഴ്ച വരെയാണ് നമുക്ക് മസ്റ്ററിങ്ങിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ മസ്റ്ററിങ് ഈ സമയ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കിയില്ല എങ്കിൽ നമുക്ക് അടുത്ത മാസം മുതൽ താൽക്കാലികമായിട്ട് പെൻഷൻ തടയുന്നതിനുള്ള നിയമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ കിടപ്പ് രോഗികളായവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ നേരിട്ടെത്തി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ബയോമെട്രിക് മസ്റ്ററിങ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഇത് പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ഈ ശനിയാഴ്ച വരെ മാത്രമാണ്, 24-ാം തീയതി വരെ മാത്രമാണ് സമയമുള്ളത്. ആരും ഇത് മറക്കാതിരിക്കുക. കൃത്യമായിട്ട് ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം. എല്ലാ മാസവും ഇപ്പോൾ പെൻഷൻ വിതരണമുണ്ട്. ഈ ആനുകൂല്യം മുടങ്ങാതെ 2025 മാർച്ച് മാസം വരെയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ മസ്റ്ററിങ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാരിൻ്റെ വിവിധ പദ്ധതികളാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. അവർക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് ഈ മാസവും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം വരെയും. വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി നിലവിൽ 1-ാം ക്ലാസ് മുതൽ PG തലം വരെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സഹായം. അതോടൊപ്പം തന്നെ വിദ്യാജ്യോതി എന്ന് പറയുന്ന പദ്ധതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സാഹചര്യം. ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ആനുകൂല്യം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് സർക്കാർ നൽകുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ ശ്രം കാർഡുകൾ എടുത്തിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. അസംഘടിത മേഖലയിലെ വ്യക്തികൾക്ക് സർക്കാർ നൽകുന്ന സഹായമായിട്ടാണ് ഈ ശ്രം കാർഡും അതിനോടനുബന്ധിച്ച് വിവിധ പദ്ധതികളും നടത്തപ്പെടുന്നത്. ഇതിൽ തന്നെ ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള 40 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി ഒരു അസംഘടിത തൊഴിലാളി ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്നാണ് സ്കീമിൻ്റെ പേര്. പദ്ധതിയിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അംഗങ്ങളാവാം. നിലവിൽ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അടുത്തുള്ള LICയുടെ ഓഫീസിൽ സമീപിച്ച പദ്ധതിയിൽ ചേരാൻ സാധിക്കും. കോമൺ സർവീസ് സെൻ്ററുകൾ വഴി ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും അവസരമുണ്ടാകും. 3000 രൂപ വീതമാണ് 60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പെൻഷനായിട്ട് നൽകുന്നത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി ഭിന്നശേഷി നേരിടുന്ന അമ്മമാർക്ക് പ്രസവാനന്തരം തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് 2000 രൂപ വീതം സഹായം അനുവദിക്കുന്നത്. 2 വർഷക്കാലത്തേക്കുള്ള സഹായമാണ്. അല്ലെങ്കിൽ കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെയാണ് സഹായം ലഭിക്കുക. പ്രതിമാസം 2000 രൂപ വീതം. വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് അതിൻ്റെ വൈകല്യത്തിൻ്റെ തോത് അനുസരിച്ചാണ് ധനസഹായം അനുവദിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മാതൃജ്യോതി സ്കീം കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം അപേക്ഷ വെക്കുക. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷ വെക്കാം. APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ 1 ലക്ഷം രൂപയിൽ താഴെയൊക്കെ വാർഷിക വരുമാനമുള്ള വീടുകളിലെ സ്ത്രീകൾക്കാണ് ഈ സഹായത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഭിന്നശേഷിത്വം ഉണ്ടാകണം. അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.